ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടേ ഒരു 5 മണി 5:15 ആയ സമയത്ത് ആക്സലിന് ഒരേ നിർബന്ധം, നമുക്ക് അവിടെ താഴെ പോകണം, അപ്പച്ചൻ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാണെങ്കിലും എന്നാൽ പോകാം, ഈ പോകുന്ന വഴിക്ക് റോഡും കൂടെ അടിച്ചു വരാമെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് നിറച്ചും ഇലയാണ്. അപ്പോൾ ഇത് അടിച്ചു വാരിയിട്ടാൽ കാണാൻ നല്ല രസമാണ്. അപ്പം അവർ ആക്സലും അമ്മയും മുമ്പിലിറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് അമ്മ പറഞ്ഞു, നമ്മുടെ കോഴികൾക്കാണെങ്കിൽ തീറ്റ കൊടുത്തേരെ, അല്ലെങ്കിൽ അവർ ഭയങ്കര പ്രശ്നമാക്കും, അതുകൊണ്ട് കൊടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഞാനാണെങ്കിൽ തിരിച്ച് കയറിയിട്ട് നമ്മുടെ കോഴികൾക്ക് ഭയങ്കര പ്രശ്നമാണ്, കറക്റ്റ് ടൈം അറിയാമോ അവർക്ക്. അപ്പോൾ ആ കറക്റ്റ് ടൈമിന് അവരുടെ തീറ്റ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവരവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ആണെങ്കിൽ സീനിയേഴ്സും ഉണ്ട് ജൂനിയേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ ബദ്ധ ശത്രുക്കളെ പോലെയാണ്. ഇവർ ആ കോഴിക്കുഞ്ഞുങ്ങളെ ഈ സീനിയേഴ്സ് വെച്ചേക്കില്ല, അപ്പോൾ രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്ന് അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ആണെങ്കിൽ ഞാൻ ആദ്യം സീനിയേഴ്സിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇത് കുറച്ച് ചോറും കുറച്ച് മറ്റേ കോഴികൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയില്ലേ, അതുപോലത്തെ സംഭവമാണ് കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ സീനിയേഴ്സിനെ പേടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ച് നിൽക്കുവാണ്. അവർക്ക് ഭയങ്കര പേടിയാണ്. മറ്റവർ ഇവരെ കണ്ടാൽ അന്നേരം കൊത്താൻ തുടങ്ങും. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെ കൊത്തി ഓടിച്ചിട്ട് അവർ ഇതിനകത്ത് കയറി ഇത് മുഴുവൻ തിന്നും. അന്നേരം പപ്പ ഇതൊക്കെ പണ്ട് പറയും കേട്ടോ, ഓ കോഴികൾക്ക് വരെ കുശുമ്പാണല്ലോ എന്ന്. കോഴികൾക്ക് വരെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുക സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ. അപ്പം അങ്ങനെ ഇവർ ഒരു 5-8 കോഴികളുണ്ട് കേട്ടോ. പക്ഷേ ആണെങ്കിൽ ഭയങ്കര ഇവിടെ കീരി, കുറുക്കൻ, പരുന്ത്, ഇങ്ങനെ എല്ലാവിധ വന്യജീവികളുടെയും എന്നാ പറയണ്ടേ ആക്രമണം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മളിവരെ പൊന്നു പോലെയാണ് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇതിനകത്ത് ഒരു കോഴീനെ ഇങ്ങനെ പരുന്ത് റാഞ്ചാൻ വന്നതാണ്. എന്നിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുറിയുകയൊക്കെ ചെയ്തു. അപ്പം പെട്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പരുന്തിനെ ഓടിച്ചു. അന്നേരം പരുന്ത് ഓടിയത് കൊണ്ട് ഒരെണ്ണത്തിനെ കിട്ടി. അങ്ങനെ ഭയങ്കര ഇതാട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ കോഴികളെല്ലാം ഏകദേശം ഇവരുടെ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഹാപ്പിയാവും, പിന്നെ വേറൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അവിടെ കിടന്ന് ഒച്ചപ്പാടും ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ കലാവിരുതാണ് കേട്ടോ. അമ്മയാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ അമ്മ ഈ റോഡിൻ്റെ 2 സൈഡിലും എന്നാ ഇങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് ഈ കരികിലേക്ക് അടിച്ച് വാരിയിട്ട് അവിടെ നിന്ന് ചെറുതായിട്ട് തീ കത്തിക്കുക കേട്ടോ. അതിപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പിടിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ് കത്തിക്കുന്നത്. അപ്പോൾ ആക്സലിന് തീ പേടിയായതുകൊണ്ട് ആക്സൽ മാറി നിൽക്കുക കേട്ടോ. ആക്സലിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വന്നപാടെ എൻ്റെ മുകളിലോട്ട് എന്നോട് പറഞ്ഞു എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്ത് പിടിച്ച് നിൽക്കുവാണ് ആക്സലിന് പേടിയായിട്ട്. അപ്പോൾ ആക്സൽ പറയും, വാ നമുക്ക് താഴെ പോവാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അങ്ങനെ നമ്മൾ താഴെ പോയി കേട്ടോ. താഴെ പോയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്ന് പിന്നെ അവിടെ വർത്താനം പറഞ്ഞിരുന്നു പോയി. അന്നേരത്തേനും സമയം 6 മണി കഴിഞ്ഞു, 6:15 ആയി കേട്ടോ. ഇപ്പം കുറച്ച് താമസിച്ച രാത്രിയാകുന്നതെന്ന് തോന്നുന്നല്ലേ. കുറച്ച് ദിവസം മുമ്പൊക്കെ പെട്ടെന്ന് രാത്രിയാകുമായിരുന്നു. അപ്പോൾ ആക്സൽ തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് കയറി പോരുവാണ് കേട്ടോ. അപ്പം ഇപ്പം ചിലപ്പം അവൻ അങ്ങ് നടക്കും, അല്ലെങ്കിൽ ഇവന് മടിയാണ് കേട്ടോ നടക്കാൻ വേണ്ടി. എടുക്കെന്ന് പറഞ്ഞിട്ട് അവൻ പ്രശ്നമാക്കും. ഇത് നമ്മുടെ അപ്പച്ചൻ വീടാണ് കേട്ടോ. അപ്പച്ചൻ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തറവാടാണ്. ഇപ്പോൾ പുതിയ വീട് വേറെ പണിത് വന്നാലും ഈ ഒരു പഴയ വീടിനോട് എല്ലാവർക്കും ഒരു എന്നാ പറയണ്ടേ, നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഓടി കളിച്ച സ്ഥലമാണിത്. ഇവിടെ പല പല ഓർമ്മകളാണ്. എത്ര പേരുടെ എത്ര തലമുറ കളുടെ എന്നാ പറയണ്ടേ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണെന്ന്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഈ പഴയ ഈ തറവാട്. അതിപ്പോഴും അതുപോലെ തന്നെ അത് കളയാതെ ഇനിയിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിക്കുക എന്തെല്ലാം ഓർമ്മകൾ ഈ വീട്ടിലുണ്ട് എന്നല്ല, ഈ മുറ്റത്ത് എന്തെല്ലാം ഓർമ്മകൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഫുള്ളും നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. എപ്പോഴും പിള്ളേർ കളിക്കുകയും ഇവിടെ ഇപ്പോൾ സൈഡിൽ പ്ലാവും പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്ലാവൊക്കെ ആകുന്ന സമയത്തും നമ്മൾ കൊത്തച്ചക്ക വരെ വെട്ടി തിന്ന ചരിത്രമുണ്ട്. അതൊക്കെ ഓർക്കുമ്പം എന്തോ ഒരിത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്നതായിരിക്കും അല്ലേ.
അപ്പോൾ ഇതെന്ന് പറയാൻ നമ്മുടെ കിണറാട്ടോ. കിണർ കറക്റ്റായിട്ട് ഇരുട്ടായതുകൊണ്ട് കാണത്തൊന്നുമില്ല. അപ്പോൾ പണ്ടൊരു വട്ടം ആരാങ്ങാട്ട് പപ്പയാന്ന് തോന്നുന്നു ഇതിനകത്തുനിന്ന് രാത്രിക്ക് വെള്ളം കോരി. അപ്പോൾ അതിനകത്തൊരു പാമ്പ് ചുറ്റി ചുറ്റി കയറെ ചുറ്റി ചുറ്റി മുകളിലേക്ക് വന്നായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറി പോവാട്ടോ. നമ്മൾ റോഡ് ഫുള്ള് അടിച്ചു വാരിയിട്ട് കാണാൻ നല്ല രസമല്ലേ. പക്ഷേ ഇത് ഇന്നലെ അടിച്ചു വാരിയതാണ്. ഇന്നതായപ്പോഴത്തേന് ഇത്ര ഇലയൊക്കെ ആയി കേട്ടോ. രണ്ട് സൈഡിൽ നമ്മൾ അത് കത്തിച്ചു. അല്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് കാര്യമില്ല. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും പഴയതുപോലെ തന്നെയാകും. അപ്പോൾ ആക്സിൽ പതിവ് പോലെ കല്ല് പെറുക്കലും മണ്ണ് വാരലും ഒക്കെ ആയിട്ട് പോകുന്ന വഴിക്കും ഇത് തന്നെയാണ് പരിപാടി. അവനോട് എത്ര പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. ഇത് തന്നെ എവിടെ ചെന്നാലും അവന് കല്ല് പെറുക്കണം. അത് ചില്ലറ ചെറിയ കല്ലൊന്നുമല്ല, ഏറ്റവും വലിയ കല്ല് നോക്കിയിട്ട് അവന് പൊങ്ങാത്ത അത്രയും വലിയ കല്ലാണ് അവൻ പെറുക്കുന്നത്. അപ്പം പിന്നെ അവനോട് പെറുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുകയൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു അതൊക്കെ ഒരു രസമല്ലേ, പിള്ളേരുടെ ഒരു പ്രായത്തിൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് കയറി പോവുക കേട്ടോ. അപ്പം ആക്സലാണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാൻ നോക്കുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തെ ഒരു സ്ഥലമുണ്ട്. അവൻ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കല്ലെറിയണം. ഭയങ്കര വാശിയാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കല്ല് എറിഞ്ഞ് നമ്മൾ വേഗം ഇവനെ കുളിപ്പിക്കാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഇതുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സീൻ കണ്ടപ്പോൾ ഇത് എടുത്തതാണ്. എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാടും. എല്ലാവർക്കും അവരവരുടെ നാടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര എന്തോ ഒരു ഫീലാണ്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്ക്. ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.